ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചീരക്കായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. ചീരയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? ഞാൻ കുറച്ച് എന്തെങ്കിലും പറഞ്ഞു തരണോ? എന്നുണ്ടെങ്കിൽ ചീരയിൽ അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം ഉണ്ട്, ഫൈബർ അടങ്ങിയതാണ്. പിന്നെന്താ, നമ്മുടെ വൈറ്റമിൻ എയുടെ ബീറ്റാ കരോട്ടീൻസ് കുറച്ചുണ്ട്, വൈറ്റമിൻ സി കുറച്ചുണ്ട്, അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ചീരയിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കില്ല. അതുകൊണ്ട് പറഞ്ഞതാണേ. പിന്നെ ഇത് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമുക്ക് ഇത് ഡെയിലിയോ അല്ലെങ്കിൽ വീക്ക്ലിയോ 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും അല്ലേ? എല്ലാവർക്കും ബോറടിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? വേറെ വേറെ രീതിയിൽ കുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഒരേ മോഡൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമുക്ക് വേറെ വേറെ രീതിയിൽ നമുക്ക് ചീര ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചീരത്തോരൻ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിളാണ് നല്ലൊരു ഇലക്കറിയാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത്. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിലൊക്കെ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈ കീടനാശിനികളും കെമിക്കൽസൊക്കെ അടിച്ചു വരുന്നത് എന്തിനാണ് നമ്മൾ കഴിക്കണേ? അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ അടുത്തൊക്കെ ഇത് കൃഷി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലേ ഒരു ചാക്കിലൊക്കെ നിറച്ച് 2-3 ഒരു ചട്ടിയിലൊക്കെ ആക്കി 2-3 എണ്ണമൊക്കെ ഇങ്ങനെ പാവി ചീര കൃഷി നടത്താൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് കുറച്ച് നാടൻ ചീരയാണ് കിട്ടിയത്. ഇവിടെയും കുട്ടികൾക്ക് മടിയൊക്കെ തന്നെയാണ് ചീരയൊക്കെ കഴിക്കാം. പക്ഷേ ചീരയും മുരിങ്ങയും ഒക്കെ ആണെങ്കിൽ ഞാനാണ് ചോറ് വാരി കൊടുക്കും. അപ്പം തന്നെ അവർ പറയും, ഓ ഇന്ന് എന്താ അമ്മ ചോറ് വാരുത്തുന്നതിൻ്റെ കാരണം ചീരയാണല്ലേ, അല്ലെങ്കിൽ മുരിങ്ങയാണല്ലേ, അല്ലെങ്കിൽ ചെറുപയറാണല്ലേ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർ കഴിച്ചില്ലെങ്കിലോ എന്നും പറഞ്ഞ് ഞാനങ്ങ് വാരിക്കൊടുക്കും. അപ്പോൾ എപ്പോഴുള്ള കമൻറ്റാണ് ഈ ഡയറ്റീഷ്യൻ അമ്മയെ കൊണ്ട് അങ്ങ് മടുത്തു എന്ന്. പക്ഷെ എന്താണെങ്കിലും നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തണ്ടേ? കുട്ടികളെ മാത്രമല്ല എല്ലാവരെയും നമുക്ക് ഹെൽത്തി ആക്കാം. അതുപോലെ ഇപ്പോൾ BP ഷുഗർ അങ്ങനെയൊക്കെ ഏത് അസുഖം ഉണ്ടെങ്കിലും ഇലക്കറികളൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇലക്കറികളിലൊന്നും അത്ര കാലറി വരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കഴിച്ചാൽ നമുക്ക് അതിന് കൂടുതൽ എനർജി ഒന്നും കിട്ടില്ല. അതിൽ വൈറ്റമിൻസും മിനറൽസൊക്കെയാണ് കൂടുതൽ. ഇപ്പോൾ നമുക്ക് ബ്ലഡ് കുറവ്, ഹീമോഗ്ലോബിൻ കുറവാണെന്നൊക്കെ പറയില്ല. അപ്പോൾ നമ്മൾ ഇലക്കറികളൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം അതിൽ അയൺ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ കുക്കിംഗ് മെത്തേഡ് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചീരയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതുപോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് കുരുമുളകും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ കുരുമുളക്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ആ ഐറ്റംസൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചതച്ചൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഈ ഉപ്പും മഞ്ഞൾപ്പൊടി, തേങ്ങ അതെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുത്തു കൊടുക്കാം. അതിലേക്ക് കുറച്ച് മാത്രം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുക്കിങ്ങിന് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ അളവ് കുറച്ചിട്ട് ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ചീനച്ചട്ടിയിലെ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നു. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത്, ഒരു പകുതി സവാളയൊക്കെ ആണെങ്കിലും ചെറുതായി അരിഞ്ഞത്, അല്ലെങ്കിൽ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ആയി വരട്ടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ വേണമെങ്കിൽ ആവശ്യത്തിന് അതും ചേർത്ത് കൊടുക്കാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയും തേങ്ങയൊക്കെ കിടിയുള്ള ആ മിക്സ്ചർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കാം. പിന്നെ ഇലക്കറികളൊക്കെ വേഗം വേവുമെന്ന് അറിയാലോ, അതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റും ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്താൽ മതി, വേഗം തന്നെ വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം, ഉപ്പും എരിവൊക്കെ നോക്കാം. അപ്പോൾ എൻ്റെ ചീരയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അധികം അങ്ങ് വേവിക്കുന്നില്ല, നന്നായൊക്കെ ഒരുവിധം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ ഇപ്പോൾ റെഡിയായി നമ്മുടെ. അപ്പോൾ എല്ലാവരും ചീരത്തോരനും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിലും കൂടി ഉണ്ടാക്കി നോക്കണേ. ഈ ടിപ്സൊക്കെ ഞാൻ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും വേണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നാൽ ഇനി കുറച്ച് ടിപ്സൊക്കെ ഇട്ടേ അടുത്ത വീഡിയോയിൽ ഞാൻ വരാം കേട്ടോ. ബൈ. എന്നാൽ പിന്നെ എല്ലാവരും ഇലക്കറികളൊക്കെ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തോട്ടോ. അത് കുറച്ചുകൂടി നല്ലതാണേ. എന്നാൽ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.